വി.എസ്. അനു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വി.എസ്. അനു, രണ്ട് മുന്നണികൾ അവർ കളത്തിലിറങ്ങിക്കഴിഞ്ഞു, പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, താമരയെ എവിടെയും കാണാനില്ല. ബി.ഡി.ജെ.എസിന്റെ കലമെങ്കിലും എത്തുമോ നിലമ്പൂരിൽ? രുചീഷ്, ആ ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നു കേൾക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടാണ്. അദ്ദേഹം പറയുന്നത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP അദ്ദേഹം ചാർജ് എടുത്ത ശേഷം വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന തദ്ദേശ ബൂത്ത് തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിലമ്പൂർ പോലെ BJPക്ക് അത്രയൊന്നും വിജയസാധ്യതയില്ലാത്ത ഒരിടം, പ്രത്യേകിച്ച് മൈനോറിറ്റി കൂടുതലുള്ള ഒരിടം, അവിടെ BJPക്ക് അങ്ങനെ ഒരു വിജയസാധ്യതയൊന്നുമില്ല. അവിടേക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ നേതാക്കൾ അവിടെ എത്തണം. അതുകൂടാതെ തന്നെ കൂടുതൽ ആളും അർത്ഥവും ഒക്കെ അവിടെ ഇറങ്ങേണ്ടതുണ്ട്. അങ്ങനെ പോയി നിന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രയോജനം BJPക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചോദ്യം. നമുക്കറിയാം, ഒരു കോർപ്പറേറ്റ് മുതലാളിയൊക്കെ ആയ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഈ ലാഭനഷ്ട കണക്കുകളൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു എക്സൽ ഷീറ്റ് പോലെ കാണുമ്പോൾ സ്വാഭാവികമായി അത്തരം ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകും. അതുകൊണ്ടാണ് തൽക്കാലം ഈ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുത്തി വെച്ച LDFനെയും UDFനെയും ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക, അതുകൊണ്ട് തന്നെ ഒരു നോട്ട എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചനയാണ് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യഘട്ടത്തിൽ ആലോചിച്ചത്. പക്ഷേ അതിനെതിരെ BJPയുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം അല്ലെങ്കിൽ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഘടകകക്ഷികൾ, അത് BDJS ആയിരുന്നാലും മറ്റ് ഘടകകക്ഷികൾക്കൊക്കെ എതിർപ്പുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ ഇതൊരു വെൽഫെയർ അല്ലെങ്കിൽ ഇതൊരു ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണോ BJP എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. പ്രത്യേകിച്ച് ഇനിയുള്ള ഒരു മാസം കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ കോണുകളും ചർച്ച ചെയ്യുന്നത് നിലമ്പൂരായിരിക്കും. ചാനലുകളുടെയും പത്രങ്ങളുടെയും ഒക്കെ പ്രധാന വാർത്ത നിലമ്പൂരാകും. അങ്ങനെയുള്ള വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ BJPയും NDAയും വിട്ടുനിന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു മുന്നണിയാണ് ഇത് എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകും. അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ BJP അല്ലെങ്കിൽ NDA മത്സരിക്കണം എന്നുള്ളതാണ് മറ്റ് നേതാക്കളിൽ നിന്ന് ഉയർന്നു വരുന്ന അവരുടെ ഒരു നിലപാട്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന കടുംപിടുത്തത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ അത് മാറുന്നു. ഒരു NDA സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. അത് പക്ഷേ BJP സ്ഥാനാർത്ഥി ആയിരിക്കില്ല. BDJS അവിടെ അവർ നേരത്തെ മത്സരിച്ച മണ്ഡലമാണ്. അവിടെ BDJSന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. പക്ഷേ അവിടെ ആളും അർത്ഥവും ഇറക്കേണ്ടത് BJP തന്നെയായിരിക്കും. നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രീകരണം അങ്ങോട്ട് ഉണ്ടാകും. ഇതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത, ഇനി ഉണ്ടാകുമോ എന്ന് നിലവിൽ വ്യക്തമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്ത നിലമ്പൂരിലേക്ക് NDA സ്ഥാനാർത്ഥിയും എത്തും. അത് BDS സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. രുചീഷ്.